സത്യങ്ങളും തെളിവുകളും നിരത്തി തീപാറുന്ന ശബ്ദത്തോടെ ഇന്ത്യയിൽ ഇന്ന് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങളിലേക്ക് ഉയർത്തിക്കാണിച്ച സെൻസേഷണൽ യൂട്യൂബറാണ് ധ്രുവ് രാഠി. 30 പോലും തികയാത്ത ഒരു എഞ്ചിനീയറുകാരന് ഇന്ത്യൻ ഡെമോക്രസിയിൽ എന്താണ് റോൾ എന്ന് പിൽക്കാലത്ത് ആരെങ്കിലും ചോദിക്കും. പണമിറക്കി ഇലക്ഷനിൽ 400-നപ്പുറം സീറ്റ് ലക്ഷ്യമിട്ട് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പറയാൻ ഒരു സാധാ യൂട്യൂബർക്ക് എന്താണ് സ്ഥാനം എന്നോർക്കും. ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരമാണ് ഈ കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട്. BJP എന്ന ഹിന്ദുമത രാഷ്ട്രീയത്തെ കംപ്ലീറ്റ് എക്സ്പോസ് ചെയ്ത ധ്രുവ് രാഠി എന്ന ഹരിയാനക്കാരന്റെ ക്ലീൻ സ്ട്രൈക്ക്. ഈ തിരഞ്ഞെടുപ്പിൽ ആ ചെറുപ്പക്കാരൻ ചെലുത്തിയ സ്വാധീനം ചില്ലറയല്ല. അറിയാം, സംഘപരിവാറിന്റെ പേടി സ്വപ്നമായ യുവധീരനും BJP ശക്തികളെ നിർഭയം നേരിട്ട ജനാധിപത്യത്തിലെ ഏക പ്രതിപക്ഷ നേതാവായ ധ്രുവ് രാഠിയെ കുറിച്ച്. ട്രാവൽ ബ്ലോഗറായിരുന്ന ധ്രുവ് രാഠി 2013 ജനുവരി 8-നാണ് സാമൂഹികവും രാഷ്ട്രീയവും പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചുള്ള കോണ്ടന്റുകളെ കുറിച്ച് പറയാൻ തുടങ്ങിയത്. പിന്നീട് 2018-ൽ BJP IT സെൽ എക്സ്പോസ് ഹൗ ലൈസ് ആൻഡ് പ്രൊപ്പഗണ്ട ആർ സ്പ്രെഡ് എന്ന വീഡിയോയിലൂടെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കുപ്രചരണങ്ങളെ കുറിച്ച് തുറന്നു കാട്ടിയ ധ്രുവ് ദ കേരള സ്റ്റോറി ട്രൂ ഓർ ഫേക്ക്, ഡിമോണിറ്റൈസേഷൻ ഇൻ ഇന്ത്യ സ്കീം എന്ന് തുടങ്ങിയ നിരവധി വീഡിയോയിലൂടെ ശ്രദ്ധേയമായി. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അഴിമതി, ജനങ്ങളെ ഇരുട്ടിലാക്കുന്ന അധികാര ഭരണം, ജനദ്രോഹം, ജാതിമത വേർതിരിവ് എന്നതിനെ കുറിച്ചെല്ലാം ധ്രുവ് തെളിവോടെ വ്യക്തമായി അവതരിപ്പിച്ചതോടെ ലോകത്തിലുള്ള മിക്കവരും ധ്രുവ് എന്നയാളെ അന്വേഷിക്കാൻ തുടങ്ങി. ഇന്ന് 21.5 മില്യൺ ആളുകളാണ് ധ്രുവ് രാഠിയുടെ യൂട്യൂബിൽ ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. ഓരോ വീഡിയോയും വൈറൽ. ഒരൊറ്റ ദിവസത്തിനുള്ളിൽ തന്നെ 16 മില്യൺ ആളുകൾ വരെ വീഡിയോ കാണുന്നുണ്ട് എന്നതാണ് അതിശയം. കാരണം എന്തെങ്കിലും കോണ്ടന്റ് മാത്രമല്ല ധ്രുവ് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത്. ജനങ്ങൾ അറിയേണ്ട, മനസ്സിലാക്കേണ്ട വിഷയങ്ങളെ കുറിച്ചാണ്. തന്റെ യൂട്യൂബിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ ജനാധിപത്യം എന്ന വാക്കിന് അർത്ഥമില്ലാതെ പോകുന്നതിനെ കുറിച്ചും കേന്ദ്ര ഭരണത്തിന്റെ ഇരുണ്ട മുഖം വെളിപ്പെടുത്തിയതോടെയും മുൻ തിരഞ്ഞെടുപ്പുകളിൽ BJP ആധിപത്യം പുലർത്തിയെങ്കിലും ഇത്തവണ അതിന് സാധിച്ചില്ല. 2024 തിരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടുമുൻപായി സംഘപരിവാറിന്റെ തനി മുഖച്ഛായ പ്രതിപക്ഷത്തെക്കാൾ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്ത തനിക്ക് പറയാനുള്ളത് അവസാന നിമിഷം വരെ തുറന്നു പറഞ്ഞ ധ്രുവ് സാധാരണക്കാരന്റെ ശക്തിയെ വില കുറച്ച് കാണരുതെന്ന പോസ്റ്റ് ഷെയർ ചെയ്തതോടെ BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഇടിയാൻ തുടങ്ങി. കഴിഞ്ഞ തവണ 303 സീറ്റ് നേടിയിരുന്ന BJPക്ക് ഇത്തവണ 240 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. മാത്രമല്ല, ഈ 5 വർഷം തികയ്ക്കുമെന്ന ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം മോദി സർക്കാരിന്റെ സ്വയം ഭരണമായിരിക്കില്ല ഇത്തവണ. BJPയെ പ്രതിസന്ധിയിലാക്കാനുള്ള എല്ലാ കരുനീക്കവും തുടങ്ങിക്കഴിഞ്ഞു. ഇതിനെല്ലാം കാരണം ഒറ്റയാൾ പോരാട്ടം നടത്തിയ ധ്രുവ് രാഠിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാസം 10 വീഡിയോകൾ മാത്രം പോസ്റ്റ് ചെയ്യുന്ന ധ്രുവ് രാഠിയുടെ യൂട്യൂബ് അക്കൗണ്ട് കഴിഞ്ഞ 8 വർഷം കൊണ്ട് NDTV, ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മെയിൻ സ്ട്രീം മീഡിയകളുടെ യൂട്യൂബ് ചാനലിലേക്കാൾ ഫോളോവേഴ്സിനെയാണ് നേടിയെടുത്തത്. ഇത്രയും മതി ധ്രുവ് രാഠി എന്ന ചെറുപ്പക്കാരന്റെ സ്വീകാര്യത തിരിച്ചറിയാൻ.